അപ്പൊ ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിരുന്നു എനിക്ക്. ഇതെങ്ങനെ മാറ്റണം എങ്ങനെയാ, അങ്ങനെ കുറെ DIYയും അതും ഇതും ഒക്കെ അരച്ചു പുരട്ടി അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, മാറിയിട്ടില്ല. ഒരു 2.5-3 ആഴ്ചയാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ടോ? പൊക്കത്തിന്റെ പേരിലോ, നിറത്തിന്റെ പേരിലോ, പല്ലിന്റെ പേരിലോ, ചുണ്ടിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിരിക്കുന്ന കോംപ്ലക്സ് ആണ് എന്റെ ഈ കണ്ണിന്റെ താഴെയുള്ള അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ പറ്റി. എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ അതെന്റെ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഒരു 7th 8th മുതലൊക്കെ ഞാനത് കണ്ട് തുടങ്ങിയേക്കണമെന്നാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. നമ്മൾ പുതിയ പുതിയ വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കണ്ടും അതും ചെയ്തു നോക്കി, വാങ്ങിച്ച് കുറെ യൂസ് ആക്കി നോക്കി. എന്നിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. പതുക്കെ പതുക്കെ ഞാൻ ഗ്രാജുവലി മനസ്സിലാക്കിയൊരു കേസാണ് ഈ എന്റെ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്. അതൊരു TV കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടോ ലാപ്പ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവുകൊണ്ടോ ഉണ്ടായേക്കണ കേസല്ല. അങ്ങനെയുള്ള പിഗ്മെന്റേഷൻ മാറാൻ ഭയങ്കര പാടാണ്. ഈ അടുത്ത് ഞാൻ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ദി ഓർഡിനറിയുടെ കഫൈൻ സൊല്യൂഷൻ 5% EGCG എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് ഡാർക്ക് സർക്കിൾസ് ആൻഡ് പഫിനെസ് എന്നാണ് ഇവര് പറയണത്. പഫിനെസ് കുറഞ്ഞിട്ടില്ല, പക്ഷെ ഡാർക്ക് സർക്കിൾസ് എന്റെ ഒരു പരിധി വരെ ഫെയ്ഡായി. അപ്പൊ എനിക്ക് തോന്നി ഒരു 2.5-3 ആഴ്ചയാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും കുറഞ്ഞിട്ടുണ്ട്. എന്റെ ബിഫോർ പിക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തേക്കാം, അപ്പൊ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിപ്പോ എന്റെ ബെയർ ഫേസ് ആണ്, ഒന്നുമില്ല, ഞാൻ കറക്ഷൻ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. ബെയർ ഫേസിലായിരിക്കുന്നത്, മോയ്സ്ചറൈസിങ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടൊരു ബെറ്റർ ഓപ്ഷൻ ആണ് എന്ന് എനിക്കിത് തോന്നി. കാരണം പല പ്രോഡക്റ്റുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും അങ്ങനെ ഒരു ജെനുവിൻ റിവ്യൂ പറയാനായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു റിവ്യൂ കണ്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് റിവ്യൂ അല്ലെങ്കിൽ അതിന് ആ പറഞ്ഞ അത്രയും കിട്ടാറില്ല. ഇത് എനിക്ക് എന്തോ ഉപയോഗിച്ചപ്പോൾ വർക്കായിട്ട് തോന്നി. ഇതിന്റെ കൺസിസ്റ്റൻസി വന്നത് ദേ ഇങ്ങനെയാണ് കണ്ടോ, ഒരു സിറം ടൈപ്പാണ്. ആക്ച്വലി ഇത് നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡ്രൈനെസ് വരും കണ്ണിന്റെ ഈ താഴ്ഭാഗത്ത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് ഭയങ്കര ഡ്രൈ ആയി പോകും അവിടെ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സെൻസിറ്റീവ് സ്കിന്നാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോ അത്രേ ഉള്ളൂ. ബൈ.